AI ചിത്രങ്ങൾ അഥവാ AI ഇൻ്റലിജൻസ് എന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമമായി ഉണ്ടാക്കുന്നത്. AI ഇൻ്റലിജൻസ് കൊണ്ട് മരിച്ച ഒരാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് പാട്ട് പാടിക്കാം, നൃത്തം ചെയ്യിക്കാം. അയാളെ തന്നെ ഏത് വിധത്തിൽ വേണമെങ്കിലും കഥാപാത്രമാക്കി ഒരു സിനിമ വരെ നിർമ്മിക്കാം. അല്പം ചിലവുള്ള കാര്യമാണെന്ന് മാത്രം, ക്ഷമയും. മാത്രമല്ല, AI ഇൻ്റലിജൻസിൻ്റെ ചിത്രം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ചിത്രത്തിന് പിന്നിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനും ചിത്രത്തിനും ഇടയിലായി കളർ വരകൾ കൊണ്ട് ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നു. അത് പുറത്തുമല്ല അകത്തുമല്ല. അങ്ങനെ കാണുന്ന ചിത്രങ്ങൾ 3 ഡൈമെൻഷൻ എന്നല്ല, 7 ഡൈമെൻഷൻ എന്നു തന്നെ പറയാം. ഓരോന്നും വേറെ വേറെ വ്യത്യസ്തമായി പിന്നിലേക്കോ അല്ലെങ്കിൽ മുന്നിലേക്കോ വരുന്ന രീതിയിൽ AI ചിത്രങ്ങൾ നിർമ്മിക്കാം. AI ഉപയോഗിച്ച് മുഹമ്മദ് റാഫി പാടുന്നതും ലതാ മങ്കേഷ്കർ പാടുന്നതും പ്രേം നസീർ പാടുന്നതും എല്ലാം നിങ്ങൾ കാണാറുണ്ടാവും. എങ്കിലും അവയുടെ ചുണ്ടിൻ്റെ ചലനങ്ങൾക്ക് ആ പാട്ടുമായി ചെറിയൊരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. കാരണം അത് യഥാർത്ഥത്തിൽ ഉള്ളതല്ലല്ലോ, കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. ഈ ചിത്രം തന്നെ നോക്കുക. ഇതിൽ ആളുടെ ഫോട്ടോ മാത്രമാണ് യാഥാർത്ഥ്യത്തിൽ ഉള്ളത്. എന്നാൽ ഇത് ഇവിടെ വെച്ച് എടുത്തതോ ഇതിനോട് അനുബന്ധമായി ഉള്ളതോ അല്ല. മറ്റൊരു ഭാഗത്തു നിന്ന് എടുത്ത് ആ ഫോട്ടോയും പിൻഭാഗവും പിന്നെ കൃത്രിമമായി AI ആ ബൾബ് മിന്നുന്ന അവിടെ കാണുന്നില്ലേ, അതെല്ലാം കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. എന്തെന്നാൽ ഇത് AI-യിലൂടെ മാത്രമേ സാധ്യമാവൂ. AI എന്നുള്ളത് ഇപ്പോഴത്തെ സൃഷ്ടിയൊന്നുമല്ല. എന്നാൽ ഇപ്പോഴത് വിപുലമായി എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എല്ലാവരും കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു. വളരെ രസകരമാണ് AI. എന്നാൽ ഇതിനെ ഭയപ്പെടുകയും വേണം. മറ്റൊരാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ അവർക്ക് പരാതിയുണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം കുറ്റകരമാണ്. അത് പരാതി ഇല്ലാത്തടത്തോളം കാലം ആരുടെ ഫോട്ടോയും കൂട്ടിച്ചേർക്കാം. എന്നാൽ വൃത്തികേടായിട്ടുള്ള രീതിയിൽ ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ ചിത്രങ്ങൾ ഉപയോഗിച്ച് വേണ്ടാത്ത രീതിയിൽ വൃത്തികേടായി ചിത്രീകരിക്കുന്നത് കുറ്റകരമാണ്. അത് ക്രിമിനൽ കുറ്റം എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും പോലീസും കാണുക. അതുകൊണ്ട് തന്നെ AI ഉപയോഗിക്കുമ്പോൾ രസകരമായത് മാത്രം ചെയ്യുക. മാത്രമല്ല, ഭരണാധികാരികളുടെയും മറ്റും ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ ചെന്ന് പെടാൻ ഉള്ളത് വലിയ കേസുകളിലോ അല്ലെങ്കിൽ IB പോലുള്ള ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന അവരുടെ കൈകളിലോ ഒക്കെ ആയിരിക്കും. കാരണം അത്തരം ചിത്രങ്ങൾ എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമാണ് അത്തരം ഏജൻസികൾ അന്വേഷിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങൾ, അതായത് AI ചിത്രങ്ങൾ രസകരമായും കാർട്ടൂണുകളായും മാത്രം ഉപയോഗിക്കാം. അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്. എന്നാൽ AI അതിൻ്റെ വിപുലീകരണത്തിൻ്റെ അവസ്ഥയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും മൃദുവായി പറഞ്ഞു തരാൻ ഇത് മനസ്സിലാക്കാനുള്ള രീതി മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. AI എന്നതൊരു കടലാണ്. അവിടെ നിന്നും നമുക്ക് വളരെ പഠിക്കാനുണ്ട്. AI നല്ലതിനും ഉപയോഗിക്കാം, ചീത്തയ്ക്കും ഉപയോഗിക്കാം, രസകരമായും ഉപയോഗിക്കാം. എന്നാൽ രസകരമായി ഉപയോഗിക്കുമ്പോഴും അത് പഴയ ഓർമ്മകളിലേക്ക് നയിക്കുമ്പോഴുമൊക്കെയാണ് ആ ചിത്രങ്ങൾക്ക് മിഴിവേകുക, ജീവനേകുക. അത്തരം ചിത്രങ്ങളാണ് നിങ്ങൾ ഇടയ്ക്കിടെ പാട്ടുകളായും അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളായും ഒക്കെ കാണുന്ന യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ ചിത്രങ്ങൾ. അത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവയ്ക്ക് കൃത്രിമമായി എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവ അറിയാൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക. ഇത്തരം ചിത്രങ്ങൾ ഇനി വരുമ്പോൾ പ്രത്യേകമായി AI കൺസിഡറേഷൻ കൊടുത്ത് AI ചിത്രങ്ങളെ നിരീക്ഷിക്കുക. അഷിത് ബ്ലോഗ്.